അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിൻ്റെ ഒരറ്റത്ത് അങ്ങ് ഫലസ്തീനിലെ ഗസയിൽ മനുഷ്യരനുഭവിക്കുന്ന വേദനകൾ നാം കാണുകയാണ്. ഇന്നലെ വരെ വീടുണ്ടായിരുന്ന അനേകായിരങ്ങൾക്കാണ് ഒരു നിമിഷം കൊണ്ട് വീടും നാടും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആശ്വാസം ലഭിക്കുന്നത് അവന് നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമെന്ന് പറയുന്നത് ജീവിക്കുന്ന നാട് ശാന്തമാവുക എന്നതും അതോടൊപ്പം സ്വന്തമായി കയറിക്കിടക്കാൻ ഒരിടമുണ്ട് എന്നുള്ള ഒരു ബോധവുമാണ്. നമുക്കൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലാനും വീടുകളിൽ നിന്ന് ഇറങ്ങി വരാനും ഒക്കെ കഴിയുന്നത് അങ്ങനെ ഒരു ഇടം നമുക്കുള്ളത് കൊണ്ടാണ്. ആലോചിച്ചു നോക്കൂ, എത്രയെത്ര മനുഷ്യരാണ് പുതിയ കാലത്ത് ഒരു വീടിന് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുന്നത്. പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അനേകായിരങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ കിട്ടുന്ന ഒരു പത്രം അവിടെ നിലത്തു വിരിച്ച് കിടന്നുറങ്ങുന്ന പാവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അതേ സമയത്ത് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ AC റൂമുകളോ അല്ലെങ്കിൽ ഫാനിൻ്റെ സൗകര്യങ്ങളോ ഒക്കെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നന്നായി കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൗഭാഗ്യമെന്ന് പറഞ്ഞിടത്ത് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് സ്വന്തമായി ഒരു വീടുള്ളവൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ ഇതില്ലാത്ത മനുഷ്യരെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? അവരുടെ വേദനകൾ നമ്മളൊന്ന് കാണേണ്ടതില്ലേ? കൈനീട്ടി കടന്നു വരുന്നവൻ ഒരുപക്ഷെ അനാഥനായിരിക്കാം, അവൻ അല്ലെങ്കിൽ ദരിദ്രനായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഗതിയുടെ നിലവാരത്തിലുള്ളവനായിരിക്കാം, അല്ലെങ്കിൽ മാറാരോഗങ്ങൾ പേറുന്നവരായിരിക്കാം, വിധവകളായിരിക്കാം. ഇവർക്കൊക്കെ എങ്ങനെയാണ് പുതിയ കാലത്ത് സന്തോഷത്തോടുകൂടെ അവരുടേതെന്ന് പറയാൻ കഴിയുന്ന ഒരു കൊച്ചു കിടപ്പാടം നമുക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയുക? അത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഷെൽട്ടർ ഹോംസിന് കീഴിൽ നിരവധി വീടുകൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ അർഹരായ ആളുകൾക്ക് നൽകുകയുണ്ട്. ആദ്യം അനാഥകളെ, വിധവകളെ, അതുപോലെ തന്നെ ദരിദ്രരെ, ഏറ്റവും വലിയ മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജോലിക്കോ മറ്റോ പോകാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നവരെ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയാണ് ഷെൽട്ടർ ഇന്ത്യ വീടുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. 500 വീടുകൾ ഇപ്പോൾ തന്നെ ഷെൽട്ടർ ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ബാക്കി ഒരു 300ഓളം വീടുകളുടെ പണികൾ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നിങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു ചെറിയ വിഹിതമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരു വീട് പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, വീടുകൾ പലപ്പോഴും നമ്മൾ അതിന് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊടുക്കേണ്ടുന്ന അങ്ങനെയുള്ള ചില വീടുകളുണ്ട്, റിപ്പയർ നടത്തിക്കൊടുക്കേണ്ടത്. അത് ഏതുമാകാം, നിങ്ങൾ നൽകുന്നതെന്തും വിലപ്പെട്ടതാണ്. ഷെൽട്ടറിൻ്റെ അത്തരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് കണ്ണു തുറന്നൊന്ന് കാണണം. നിങ്ങളാലാകുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം വീട്ടിൽ സമാധാനത്തോടുകൂടെ കഴിയുമ്പോൾ മറ്റൊരു പാവപ്പെട്ടവനും അതുപോലെ അല്പം സമാധാനത്തോടെയും നിർഭയത്വത്തോടുകൂടെയും കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന് നമ്മളും പങ്കാളികളാവുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.